ഹായ്, ഗുഡ് മോർണിംഗ് എവരിവൺ. സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് കാണാൻ ആർക്കും ഇൻട്രസ്റ്റ് തോന്നത്തില്ല. എങ്കിലും ഞാൻ റിക്വസ്റ്റ് ചെയ്യുക, എൻ്റെ വീഡിയോസ് കാണണം. എന്തുകൊണ്ട് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ആൾക്കാർ ഫ്രണ്ട്സുണ്ട്, എല്ലാവരും ഉണ്ട്. ആരുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലെങ്കിലും നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ എല്ലാവരും ലൈക്ക് അടിക്കുകയും നല്ല വീഡിയോസ് സേവ് ചെയ്യുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമ്പം തിരിച്ചങ്ങനെയുള്ളവർ എൻ്റെ കൂടെ കാണണം. എന്തുകൊണ്ട് പുറത്തേക്ക് കാണുന്നില്ല എന്നല്ല, കാണുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അത് കാണണം, കണ്ടിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുകയോ എനിക്ക് വീഡിയോസ് ഇടാനൊക്കെ ഉള്ള പ്രോത്സാഹനങ്ങളൊക്കെ ചെയ്യുകയോ ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അത് കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചത് there is, there are. there is സിംഗുലറാണ്, അത് ഓർക്കണം. there is ഉണ്ട്. പ്ലൂറൽ വരുമ്പോൾ there are ഉണ്ട്. there is ഉണ്ട്, there are ഉണ്ട്. ഇനി അത് ക്വസ്റ്റ്യനിൽ എങ്ങനെ വരുമെന്ന് വെച്ചാൽ there is എന്നുള്ളത് ഈസ് there, വെർബ് ആദ്യം വരും, ഈസ് there. പ്ലൂറലിൽ വരുമ്പോൾ ആർ there. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. പിന്നെ അടുത്ത് നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഷോർട്ട് വീഡിയോസ് അതേ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് എന്നുവെച്ചാൽ ചുവരിന്മേൽ ഒരു പഞ്ചാംഗമുണ്ട്. അതെങ്ങനെ പറയാനുള്ളത്? അപ്പം ചുവരെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഭിത്തി. നമ്മൾ പഞ്ചാംഗം അറിയാം. നമ്മൾ പണ്ട് നമ്മൾക്ക് അറിയാം പഞ്ചാംഗം എന്ന് വെച്ചാൽ ഈ ഇന്ത്യയിലുള്ളവർക്ക്, നമ്മൾ കേരളത്തിലുള്ളവർക്കൊക്കെ അറിയാം പഞ്ചാംഗം നോക്കുക. മലയാളത്തിലാണ് എല്ലാം നോക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണയായിട്ട് നമ്മളൊക്കെ ഇംഗ്ലീഷിലാണ്, കലണ്ടറിലാണ് നോക്കുന്നത്. അപ്പം പഞ്ചാംഗത്തിലുള്ള വിവരങ്ങൾ കലണ്ടറിലുണ്ട്. അങ്ങനെയാണല്ലോ. അപ്പോൾ പഞ്ചാംഗം എന്ന് വെച്ചാൽ കലണ്ടർ, ചുവരെന്ന് വെച്ചാൽ നമുക്ക് ആ ക്വസ്റ്റ്യനുള്ള ഉണ്ടോ എന്നുള്ളത് ഈസ് ദെയർ. നമുക്ക് എളുപ്പത്തിലത് പറയാൻ കഴിയും. ഈസ് ദെയർ ഒരു വലിയ പഞ്ചാംഗം ഉണ്ടോ? വലിയ എന്ന് വെച്ചാൽ ലാർജ്. ഈസ് ദെയർ ഒരു പഞ്ചാംഗം വന്നോ, ഒന്നിലധികം അല്ല. ഈസ് ദെയർ എ ലാർജ് കലണ്ടർ ഓൺ ദ വാൾ. കിട്ടിയില്ല. ഈസ് ദെയർ എ ലാർജ് കലണ്ടർ ഓൺ ദ വാൾ. അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പറയുക ഒരു കലണ്ടറുണ്ട്, വലിയ കലണ്ടറുണ്ട്. അപ്പം നമുക്കിപ്പം കലണ്ടർ പലതരത്തിലുള്ള കലണ്ടറുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവർക്കും കലണ്ടർ എന്താണെന്ന് അറിയാം, കൂടുതൽ പറയാനില്ല. അപ്പോൾ എന്തായാലും മിക്ക വീടുകളിലും കലണ്ടറുണ്ട്, എല്ലാ വീട്ടിലും കാണും. അപ്പം there is a large calendar on the wall. ഭിത്തിയിലൊരു വലിയ പഞ്ചാംഗമുണ്ട്. there is a large calendar on the wall. ഇനി നമ്മൾ പറയാം ചുവരിന്മേൽ ഒരു ചിത്രമുണ്ടോ? ചിത്രം എന്തോ? പടം വരയ്ക്കുക, ചിത്രം വരയ്ക്കുക. അങ്ങനെ വരച്ച് നമ്മൾ ഭിത്തിയിൽ നല്ല ചിത്രമൊക്കെ ഭിത്തിയിൽ നമ്മൾ തൂക്കിയിടും. അപ്പം ചുവരിന്മേൽ ഒരു ചിത്രമുണ്ടോ? അപ്പോൾ ചിത്രത്തിൽ നമ്മൾ എന്താണ് പറയുന്നത്? പിക്ചർ. രണ്ട് പിക്ചറുണ്ട്. ഒന്ന് ചിത്രം എന്ന് പറയും, ഒരു പിക്ചർ പൂജ. അത് PITCHER, പിക്ചർ പൂജ. പൂജയിലൊക്കെ നമ്മൾ വെള്ളം കൊടുക്കും. നോർത്ത് ഇന്ത്യയിലൊക്കെ, ഇവിടെ അങ്ങനെ ആയിരിക്കാം, ഇവിടെ ഉണ്ട് സ്കൂളുകളിൽ. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അവിടെയൊക്കെ ഭയങ്കര ചൂടുള്ള സമയങ്ങളാണ്. അപ്പോൾ ഫ്രിഡ്ജൊന്നും അല്ല സ്കൂളുകളിൽ, ഇപ്പോഴെങ്ങനെയെന്ന് അറിയില്ല, ഉപയോഗിക്കുന്നത് പൂജയാണ്. മൺകലം പോലെ വന്നിട്ട് പൂജ, പിക്ചർ. അപ്പോൾ പിക്ചർ രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ട് പിക്ചർ എന്ന് പറയും. PICTURE പിക്ചർ, പടം അല്ലെങ്കിൽ ചിത്രം. PITCHER പിക്ചർ, പൂജ. അപ്പോൾ ചുവരിന്മേൽ ഒരു ചിത്രമുണ്ടോ? ഈസ് ദെയർ എ പിക്ചർ ഓൺ ദ വാൾ? എങ്ങനെ DC അല്ലേ പറയും. അപ്പോൾ അത്രയും ഞാൻ പറഞ്ഞിരുന്നുണ്ട്. ഇത് പഠിക്കുക. അടുത്ത ക്ലാസ് കുറച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നതും, പിന്നെ ഞാൻ എഴുതി, എനിക്ക് എൻ്റെ എന്താണ് ബോർഡൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വിചാരിച്ച സമയങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈസി ആയിട്ട് പറഞ്ഞുതരാം. എങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം, പഠിപ്പിക്കാം. Okay, till then, bye.